മിഥ്യയുടെ ഘടന. ദി ആർക്കിടെക്ചർ ഓഫ് ഇല്യൂഷൻ. അദ്വൈത ദർശനം. അദ്വൈത ദർശനത്തിന്റെ ആശയം ലളിതമായി മനസ്സിലാക്കുവാനായി 3 പോയിന്റുകളായി തിരിച്ചിരിക്കുന്നു. പോയിന്റ് നമ്പർ 1. ഒരേയൊരു സത്യം ബോധം മാത്രമാണ്. ബോധം അഥവാ അറിവ് മാത്രമേ ഉള്ളൂ. അതുമാത്രമാണ് മാറ്റമില്ലാത്ത ഒരേയൊരു സത്യം. ലോകവും സംഭവങ്ങളും അനുഭവങ്ങളും എല്ലാം അതിൽ തെളിയുന്നു. കുറച്ചുനേരം നിൽക്കുന്നു, പിന്നെ മറയുന്നു. ഇവയൊന്നും ബോധത്തിൽ നിന്ന് വേറിട്ടതല്ല. സമുദ്രത്തിൽ തിരമാലകൾ പൊങ്ങിമറയുന്നതുപോലെ ബോധത്തിന്റെ തന്നെ സ്പന്ദനങ്ങളാണിവ. ബോധത്തിന് മാറ്റമില്ല, അതിൽ തെളിയുന്ന കാഴ്ചകൾക്കു മാത്രമേ മാറ്റമുള്ളൂ. Consciousness, the only reality. There is only consciousness. It is the sole enduring reality. The world, events and experiences appear, remain briefly, and disappear as expressions of it. These appearances are not separate from consciousness, but modulations of it, like waves arising and dissolving in the ocean. Point number 2. ഞാൻ എന്നത് ബോധത്തിന്റെ ഒരു സ്പന്ദനം മാത്രമാണ്. അത് അറിയുന്ന ആൾ അഥവാ സബ്ജക്റ്റ് അല്ല. ഞാൻ എന്നത് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോ അനുഭവങ്ങളുടെ ഉടമയോ അല്ല. ശരീരാനുഭവങ്ങളും ചിന്തകളും ഓർമ്മകളും ചേർന്ന ബോധത്തിന്റെ ഒരു സ്പന്ദനം മാത്രമാണ് ഞാൻ എന്നത്. ഇതിനെ നമുക്ക് അറിയാൻ കഴിയുന്നതുകൊണ്ട് അതൊരിക്കലും അറിയുന്ന ആൾ ആവില്ല. ഞാൻ എന്നത് ബോധത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്, ബോധത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ്. എന്നാൽ അത് സാക്ഷാൽ ബോധമല്ല. അത് ബോധത്തിൽ തെളിയുന്ന ഒരു കാഴ്ച മാത്രമാണ്. The me is a modulation of awareness, not the subject. The me is not a separate self or owner of experience. It is a modulation of consciousness, appearing as a pattern of sensations, thoughts, memories, and perceptions. Since this pattern is known, it cannot be the knower. The me appears in awareness as awareness, but is not awareness itself. Point number 3. ബോധത്തിൽ നിന്നും വേറിട്ടൊരു കർമ്മമോ അത് ചെയ്യുന്ന ഒരു വ്യക്തിയോ ഇല്ല. ശരീരത്തിനുള്ളിലോ മനസ്സിനുള്ളിലോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളില്ല. പ്രവർത്തികളും തീരുമാനങ്ങളും ബോധത്തിന്റെ ചലനങ്ങളായി സ്വയമേവ സംഭവിക്കുന്നതാണ്. ജീവിതം ഒരൊറ്റ പ്രവാഹമായി തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെയ്തു എന്ന തോന്നൽ ഒരു പ്രവൃത്തി നടന്നുകഴിഞ്ഞ ശേഷം മാത്രം വരുന്ന വെറുമൊരു ചിന്ത മാത്രമാണ്. No independent doer. There is no individual controller within the body-mind. Actions and decisions arise spontaneously as movements of consciousness. Life unfolds as a single continuous happening. The sense of being a doer is a thought that appears after action has already occurred. ചുരുക്കത്തിൽ ബോധം എന്ന ഒരേയൊരു സത്യമേ ഉള്ളൂ. ലോകവും ശരീരവും ഞാൻ എന്ന തോന്നലും എല്ലാ പ്രവർത്തികളും ആ ഒരേയൊരു സത്യത്തിന്റെ വിവിധ രൂപങ്ങൾ മാത്രം. അവ പ്രത്യക്ഷപ്പെടുന്നു, പ്രവർത്തിക്കുന്നു, മറയുന്നു. ഒരിക്കലും ബോധത്തിൽ നിന്ന് വേറിട്ടു പോകുന്നില്ല. ഇതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല, ഒന്നും ഒഴിവാക്കാനുമില്ല. ഇത് ഉള്ളതുപോലെ കാണുക മാത്രം മതി. Only one reality exists: consciousness. The world, the body, the sense of self, and all actions are appearances of that one reality. They appear, function, and dissolve without ever becoming separate from it. Nothing needs to be added or removed, only clearly seen.